ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് ഒരു ദിവസം കൂടി സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡാനിയലച്ചൻ. വെളിപാട് പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത് കുഞ്ഞാട് 5-ാമത്തെ മുദ്ര തുറക്കുന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വായിക്കാം. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിൻ്റെ കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, അങ്ങ് എത്രത്തോളം ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്താതെയും ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെയും ഇരിക്കും. അവർക്ക് ഓരോരുത്തർക്കും വെള്ളയങ്കി നൽകപ്പെട്ടു. അവരെപ്പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകപ്പെട്ടു. കുഞ്ഞാട് 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ യോഹന്നാൻ കാണുന്നത് ദൈവവചനത്തെ പ്രതിയും ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയതിനെ പ്രതിയും കൊല്ലപ്പെട്ട വിശുദ്ധാത്മാക്കളെയാണ്. അവരെ യോഹന്നാൻ കാണുന്നത് ബലിപീഠത്തിൻ്റെ കീഴിലാണ്. നമുക്കറിയാം, ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുമ്പോൾ അധികാര മോഹവും അതുപോലെ തന്നെ യുദ്ധങ്ങളും അത് അവശേഷിപ്പിച്ച ക്ഷാമവും പട്ടിണിയും ദുരിതങ്ങളും മഹാമാരികളും രോഗങ്ങളും ഇതെല്ലാം ലോകത്ത് സംഭവിക്കുമ്പോൾ എല്ലാ ഇത്തരം സഹനങ്ങളുടെയും നടുവിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സഭയെ കൂടി യോഹന്നാന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാ കാലത്തും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന, ക്രിസ്തുവിനെ പ്രതി കൊല്ലപ്പെടുന്ന, രക്തസാക്ഷികളായി മാറുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. ആ വിശുദ്ധാത്മാക്കളെ കാണിച്ചു കൊടുക്കുന്നത് ബലിപീഠത്തിൻ്റെ താഴെയായിട്ടാണ്. ബലിപീഠത്തിൻ്റെ കീഴിലാണ് ആ ആത്മാക്കളുടെ സ്ഥാനം. ആരാണ് ആ ആത്മാക്കൾ? ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ജീവൻ കൊടുത്ത വിശുദ്ധാത്മാക്കൾ. ഇവർ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മ, ഇവർ ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ, കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് സ്വർഗത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വധിക്കപ്പെട്ടു എന്ന് പറയുന്ന അതേ വാക്കാണ്, സ്ലോട്ടർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അതേ വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കുഞ്ഞാട് കൊല്ലപ്പെട്ടതുപോലെ തന്നെ കൊല്ലപ്പെട്ട വിശുദ്ധാത്മാക്കളാണ് ഇവർ. ലോകത്ത് എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ട സഭയുടെ ഭാഗമായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ ഈ മനുഷ്യർ, അവരുടെ ആത്മാക്കൾ ബലിപീഠത്തിന് കീഴിൽ കാണപ്പെടുമ്പോൾ വലിയ സ്വരത്തിൽ അവർ വിളിച്ചു പറയുന്നതായി യോഹന്നാൻ കേൾക്കുകയാണ്, പരിശുദ്ധനും സത്യവാനുമായ നാഥ, അങ്ങ് ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ കാലതാമസം വരുത്തുന്നത് എന്താണ്? ഇതിന് മറുപടിയായിട്ട് അവർക്ക് ഒരു വെള്ളയങ്കി നൽകപ്പെടുകയാണ്. അതായത് രക്തം കൊണ്ട് തങ്ങളുടെ ജീവിതം ദൈവത്തിനു വേണ്ടി വില കൊടുത്ത മനുഷ്യർക്ക് വിശുദ്ധിയുടെയും ദൈവികമായ അംഗീകാരത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും വിശുദ്ധയങ്കി, വെള്ളയങ്കി നൽകപ്പെടുകയും പിന്നീട് അവരോട് പറയുകയാണ്, നിങ്ങൾ അല്പസമയം കൂടി വിശ്രമിക്കുകയും വേണം. എന്തിനാണ് അവർ അല്പസമയം കൂടി വിശ്രമിക്കണം അല്ലെങ്കിൽ കാത്തിരിക്കണം? എന്തിനാണത്? അവരെപ്പോലെ ഇനിയും അനേക കോടി മക്കൾ, അവരുടെ സഹദാസരും സഹോദരരും ഇതേ കാരണത്താൽ കൊല്ലപ്പെടാനുണ്ട്. അവരുടെ എണ്ണം തികയുന്നതുവരെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ 2-ാം വരവോളം പീഡിപ്പിക്കപ്പെടുന്ന സഭയുടെ ഭാഗമായി കൊല്ലപ്പെടുന്ന വിശുദ്ധാത്മാക്കൾ ഉണ്ടാകുമെന്നും അവരുടെ എണ്ണം തികയുന്നതുവരെ അവരെ സംബന്ധിക്കുന്ന നീതി നടപ്പാക്കാൻ കാലതാമസമുണ്ടെന്നും അവരെ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്നതായി യോഹന്നാൻ കാണുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ കാണപ്പെടുന്നത്, ക്രിസ്തുവിനെ പ്രതി വധിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ കാണപ്പെടുന്നത് സ്വർഗീയ അൾത്താരയുടെ കീഴിലാണ്. എപ്പോഴും രക്തസാക്ഷികളുടെ സ്ഥാനം കർത്താവിൻ്റെ സിംഹാസനത്തിന് വളരെ അടുത്താണ്. സാക്ഷ്യം നൽകുന്നതിൽ മടുപ്പ് തോന്നരുത്, മടി തോന്നരുത്, ലജ്ജിക്കരുത്. നിങ്ങൾ പീഡനങ്ങളുടെ നടുവിൽ സാക്ഷ്യം നൽകുന്നതിൽ പരാജയപ്പെടരുത്
എന്ന് ഓർമ്മിപ്പിക്കാൻ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം വായനക്കാരോടും ആ കാലഘട്ടത്തിൽ ഇതാരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടോ അവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, സാക്ഷ്യം നൽകുന്നവർക്ക് ദൈവം നൽകുന്ന, അല്ലെങ്കിൽ രക്തസാക്ഷിയാകുന്നവർക്ക്, ക്രിസ്തുവിനെ പ്രതി ജീവിതം വില കൊടുക്കുന്നവർക്ക് ദൈവം നൽകാൻ പോകുന്ന സ്ഥാനം ബലിപീഠത്തിൻ്റെ കീഴിലാണ്, സ്വർഗീയ സിംഹാസനത്തിന് വളരെ അടുത്താണ്. ഇനി ആറാമത്തെ മുദ്ര തുറക്കപ്പെടുന്നതിനെക്കുറിച്ച്. അവൻ ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ കണ്ടു, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുപ്പായി, ചന്ദ്രനാകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. തെറുത്തുമാറ്റിയ ചുരുൾ പോലെ ആകാശം വിഭജിക്കപ്പെട്ടകന്നു. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ മഹാദിനം വന്നു കഴിഞ്ഞു, ആർക്ക് നിൽക്കാൻ കഴിയും? പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമത്തെ മുദ്ര തുറക്കുമ്പോൾ അത് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകാവസാനത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് തൊട്ടു മുമ്പായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ കാര്യത്തെ, അല്ലെങ്കിൽ ഈ സന്ദർഭത്തെ പ്രവാചകന്മാർ വേദപുസ്തകത്തിൽ വിളിച്ചത് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ദിനം എന്നാണ്. ഇവിടെ വിവരിക്കപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പശ്ചാത്തലമായി നിങ്ങൾ നിശ്ചയമായും വായിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ആറാമത്തെ മുദ്ര തുറക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് സഹായകരമായ മറ്റ് ചില വചനഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 26 വരെ വാക്യങ്ങൾ, യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥം 34-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 10-ഉം 11-ഉം തിരുവചനങ്ങൾ, ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം തിരുവചനം, എസെക്കിയേൽ പ്രവാചകൻ്റെ ഗ്രന്ഥം 32-ാം അധ്യായം 7-ാം വാക്യം, ജോയേൽ പ്രവാചകൻ്റെ ഗ്രന്ഥം 2-ാം അധ്യായം 10-ാം വാക്യം. ഇത് ആറാമത്തെ മുദ്ര തുറക്കുമ്പോൾ പരാമർശിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് സഹായകരമായ മറ്റ് ചില വചനഭാഗങ്ങളാണ്. നിരവധിയായ വചനഭാഗങ്ങളുണ്ട്. അതിൽ പ്രാതിനിധ്യ സ്വഭാവത്തോടെ തിരഞ്ഞെടുത്ത വചനങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയാം. മത്തായി 24, 29, 30, മർക്കോസ് 13, 24 മുതൽ 26 വരെ, യെശയ്യാ 34, 1 മുതൽ 8 വരെ, യെശയ്യാ 13, 10, 11, ജോയേൽ 3, 4, 2, 10, എസെക്കിയേൽ 32, 7. ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് ഞാൻ ഇതിൽ നിന്ന് 3 ഭാഗങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29, 30. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. യെശയ്യാ പ്രവചനം 34, 1 മുതൽ 8 വരെ ഇനി കേൾക്കാം. ജനതകളെ, ജനപദങ്ങളെ, അടുത്തു വരുവിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ, ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു. അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു, അവരെ കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തമൊഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്ന് നശിക്കും.
ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും. മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അതിറങ്ങി വരുന്നു. യെശയ്യാ പ്രവചനം 13 അധ്യായം 9 മുതൽ 11 വരെ വായിക്കുകയാണിനി. ഇതാ കർത്താവിൻ്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിൻ്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദ്ധത്യം ഞാൻ അവസാനിപ്പിക്കും. നിർദ്ദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ 6-ാം അധ്യായത്തിൽ 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവും പ്രവാചകന്മാരും മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നു. എന്താണ് ഈ ദിനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായകരമായ ഒരു കാര്യം? അത് പീഡിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെടുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവം തൻ്റെ ആത്യന്തികമായ വിധി നടപ്പിലാക്കുന്ന, നീതി നടപ്പിലാക്കുന്ന ക്രോധത്തിൻ്റെ ദിനത്തെയാണ് ഈ 6-ാം മുദ്ര തുറക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത്. തൊട്ടു മുമ്പ് കുഞ്ഞാട് 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ തങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വൈകുന്നതെന്ത് എന്ന് സിംഹാസനത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കൊല്ലപ്പെട്ട ആത്മാക്കൾ ചോദിച്ച ഒരു ചോദ്യമില്ലേ? പ്രതികാരത്തിനു വേണ്ടി നിലവിളിച്ച ആ രക്തസാക്ഷികളുടെ നിലവിളിക്കുള്ള ഉത്തരമായിട്ടാണ് ദൈവനിഷേധികളായ മനുഷ്യർക്ക് സംഭവിക്കുന്ന വിനാശത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വർണ്ണനകൾ നൽകപ്പെടുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരിക്കൽ കൂടി ആ ഭാഗം ഒന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അവിടെ സംഭവിക്കുന്നത് വലിയ ഭൂകമ്പമുണ്ടാകുന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുപ്പാകുന്നു. ചന്ദ്രൻ രക്തം പോലെയാകുന്നു. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കുന്നു. തെറുത്തുമാറ്റിയ ചുരുൾ പോലെ ആകാശം വിഭജിക്കപ്പെട്ടകലുന്നു. പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതായത് ഉൽപ്പത്തിയിൽ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ഉൽപ്പത്തിയിൽ ലോകം സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതായി വിവരിച്ച 7 കാര്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് സൃഷ്ടിച്ചതായി അവിടുന്ന് പറയുന്ന 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, കര, മനുഷ്യർ. ഈ 7 കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി ഉൽപ്പത്തിയിൽ പറയുന്നത്, അവ 7 കാര്യങ്ങൾ ഇല്ലാതാവുന്നതാണ്, തിരോഭവിക്കുന്നതാണ്. അവയുടെ ഡീക്രിയേഷൻ, സംഹാരം, അവയില്ലാതാവുന്നതാണ് ഇവയുടെ വിവരിക്കുന്നത്. ശ്രദ്ധയോടെ വായിച്ചാൽ കാണാൻ പറ്റും. ഭൂകമ്പം, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, ആകാശ നക്ഷത്രങ്ങളെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, പർവ്വതം, ദ്വീപുകൾ എന്നിവയെക്കുറിച്ച് എല്ലാം. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, കര, മനുഷ്യർ, ഈ 7 കാര്യങ്ങൾ ഇല്ലാതാവുന്നതിനെക്കുറിച്ചാണ്. അതായത് ലോകാവസാനത്തെക്കുറിച്ചാണ് ഈ സൂചന. നക്ഷത്രങ്ങൾ നിബദിച്ചു എന്ന് പറയുന്നത് പ്രതീകാത്മകമായൊരു സൂചന കൂടിയാണ്. അതായത് ഇങ്ങനെ സങ്കല്പിക്കുക, ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ച് ഊരിയെടുത്ത് നിലത്തേക്കെറിഞ്ഞ് അതിൻ്റെ പുറത്ത് ചവിട്ടി അത് തകർത്തിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നാശത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്ന പ്രതീകാത്മകമായ ഒരു കാര്യമാണ് അത്. എന്നതുപോലെ നക്ഷത്രങ്ങൾ നിബദിക്കുന്നു എന്ന് പറഞ്ഞാൽ പുരാതന കാലത്ത് അത് എല്ലാം അവസാനിക്കുന്നു, സമയമില്ലാതാവുന്നു, സമയം നിലയ്ക്കുന്നു, ക്ലോക്കിൻ്റെ ചലനം എന്നേക്കുമായി നിലയ്ക്കുന്നു എന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരു അടയാളം കൂടിയാണ് അത്. ദൈവമക്കളെ പീഡിപ്പിച്ച ലോകം, അല്ലെങ്കിൽ ഇവിടെ ജെറുസലേം, ശിക്ഷാവിധിക്ക് വിധേയമാവുകയാണ്. അന്ന് ജെറുസലേമിന് സംഭവിക്കുമെന്ന് കർത്താവ് പ്രവചിച്ചതും വെളിപാടിൽ പ്രവചിക്കുന്നതും
അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ദുരിതങ്ങളുമെല്ലാം ലോകത്തിന് അതിൻ്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ നിഴലാണ്, അല്ലെങ്കിൽ മാതൃകയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈശോ ജെറുസലേമിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പ്രവചിക്കുന്ന ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് ലോകാവസാനത്തെക്കുറിച്ചും വിവരിക്കുന്നത്. അത് ചിലപ്പോൾ വായിക്കുന്നവർക്ക് സുവിശേഷത്തിൽ ഈശോ ആ കാര്യങ്ങൾ പറയുമ്പോൾ ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നു, ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നു, ഇത് രണ്ടും കൂടി എന്തിനാണ് ഒരുമിച്ച് പറയുന്നത് എന്ന ആശയക്കുഴപ്പം ഉണ്ടാകാനിടയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഗ്രഹിക്കാൻ വേണ്ടിയുള്ള സമാധാനം പറയുകയാണ്. അതായത് ജെറുസലേമിന് സംഭവിച്ചതെല്ലാം ലോകത്തിന് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ആദിരൂപമായിട്ടോ നിഴലായിട്ടോ കാണാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ജെറുസലേം ദേവാലയം, അത് സോളമൻ പണിത ദേവാലയം നെബൂഖദ്നേസർ തകർത്തത്, പിന്നീട് രണ്ടാമത് സെറുബാബേൽ പണിത ദേവാലയം അന്തിയോക്കസ് എപ്പിഫാനസ് തകർത്തത്. ഈ രണ്ട് കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൽ റോമാക്കാരുടെ ആക്രമണത്തിൽ തകർക്കപ്പെടാൻ പോകുന്ന ദേവാലയത്തെക്കുറിച്ച് ക്രിസ്തു പ്രവചിച്ചത്. എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ സംഭവിച്ചവ, അല്ലെങ്കിൽ ജെറുസലേമിന് സംഭവിച്ചവ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു നിഴലാണ്, അല്ലെങ്കിൽ ജെറുസലേമിന് സംഭവിച്ചത് പോലെയാണ്, അന്ന് സംഭവിച്ച കാര്യങ്ങൾ പോലെയാണ് ലോകാവസാനത്തിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ അവസാന മണിക്കൂറുകളെ സംബന്ധിക്കുന്ന ഒരു വചനമായിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഭൂമിയുടെ മേലുള്ള ദൈവത്തിൻ്റെ അന്തിമ വിധിയുടെ മുന്നോടിയായിട്ടാണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഭൂമിയുടെ മേൽ ദൈവം നടത്താൻ പോകുന്ന അന്തിമമായ ഈ വിധി ദിവസത്തിൻ്റെ മുന്നോടിയായിട്ട് വേണം ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുമ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞ ദുരന്തങ്ങളെ കാണാൻ. അതായത് യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ മഹാമാരികളും പട്ടിണിയുമെല്ലാം, ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇപ്പോൾ 6ാമത്തെ മുദ്ര തുറക്കുമ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളുടെ മുന്നോടിയായിട്ട് വേണം ഈ ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുന്നതിനെ കാണാൻ. അത് യഥാർത്ഥത്തിൽ ഒരു വേക്കപ്പ് കോളാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ക്ഷണിക്കുകയാണ്, മാനവകുലത്തെ അത് മാടി വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? എന്തിലേക്ക്? യേശുവിലൂടെ വന്ന രക്ഷയെ അനുതപിച്ച് യേശുവിൽ വിശ്വസിച്ച് സ്വന്തമാക്കാൻ അത് നമ്മളെ വിളിക്കുകയാണ്. ഇവിടെ 15ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചു. ആരാണ് ഈ ആളുകൾ? അല്ലെങ്കിൽ ഈ രാജാക്കന്മാർ, പ്രമുഖന്മാർ, സൈന്യാധിപന്മാർ, ധനികർ, പ്രബലർ, അടിമകൾ, സ്വതന്ത്രർ, 7 കൂട്ടരാണ്. ഈ 7 കൂട്ടരെ സൂചിപ്പിക്കുന്നത് ദൈവജനത്തെ പീഡിപ്പിച്ച ജനതയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ വന്ന രക്ഷയെ തിരസ്കരിച്ച ആളുകളെയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ, ക്രിസ്തുവിലൂടെ വന്ന രക്ഷയെ തള്ളിപ്പറഞ്ഞവർ, ക്രിസ്തുവിൻ്റെ ജനതയെ പീഡിപ്പിച്ചവർ. അവർ പറയുന്ന അവരുടെ പ്രതികരണമാണ് അവസാന വാക്യങ്ങൾ. അവർ ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചുകൊണ്ട് പറയുകയാണ്, മലകളോടും പാറകളോടും വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ മേൽ വീഴുക. എന്താ കാരണം? സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ മഹാദിനം വന്നു കഴിഞ്ഞു. ആർക്ക് നിൽക്കാൻ കഴിയും? ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, സഹിച്ചു നിൽക്കാനാവാത്ത മഹാദുരന്തത്തിൻ്റെ, മഹാവേദനയുടെ ഒരു ദിവസമായിരിക്കും അത്. ഈ സന്ദർഭത്തെ നേരിടാതിരിക്കാൻ ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് ലോകത്തിന് സമ്മാനിച്ച സൗജന്യ രക്ഷയെ സ്നേഹത്തോടെ ആശ്ലേഷിക്കാൻ പ്രേരണ തന്നുകൊണ്ടാണ് ഈ 6ാമത്തെ മുദ്ര തുറക്കുന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ. ഇത് ദൈവജനത്തിന് ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം ഭൂമിയിൽ ഒടുവിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് മനുഷ്യന് അറിവ് നൽകിയിട്ടുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവൻ്റെ മാർഗങ്ങളിൽ നടക്കാൻ ജീവിതത്തെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഇവയെല്ലാം ആനന്ദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു ദിവസം
നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നന്നായി ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വചനം നിങ്ങൾക്ക് പങ്കുവച്ച് തരാൻ എനിക്ക് കൃപ ലഭിക്കുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. തുടർന്നും പ്രാർത്ഥിക്കണം. നിങ്ങളെ കാണാൻ കഴിയുന്നില്ലെങ്കിലും വിദൂരങ്ങളിൽ എവിടെയോ ഇരുന്ന് ബൈബിൾ തുറന്നു വച്ച് ഒരു നോട്ട്ബുക്കും എടുത്ത് വളരെ ശ്രദ്ധയോടെ ഈ വ്യാഖ്യാനങ്ങൾ കേട്ട് കൂടുതൽ ആഴത്തിൽ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ച് വളരെ ഗൗരവത്തോടെ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന നഥാനിയലിനെ പോലെ ബൈബിളുമായിരിക്കുന്ന നിങ്ങളെ മനസ്സിൽ കണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ 7-ാം അധ്യായത്തിൻ്റെ വിവരണങ്ങളിലേക്ക് കടക്കാൻ നിങ്ങളെ കാണുന്നതിന് ഞാൻ അതീവ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. അതുവരെയും ദൈവം നമ്മെ കൃപയിൽ കാത്തു സൂക്ഷിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ആമേൻ.